നമ്മൾ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ എക്സ്പെക്റ്റേഷൻ എന്താ അമ്മ നമ്മൾ ഹൈദരാബാദ് പോണതിനെ പറ്റി? അമ്മ എന്താണ് പ്രതീക്ഷിക്കാൻ പോകുന്നത്? ഹൈദരാബാദ് എന്ന് പറയുമ്പോഴേ ഒരു ഇമേജ് കാണൂല്ലോ, നമ്മൾ അവിടെ എത്തുമ്പോൾ അതുണ്ടോ നമുക്ക് വെറുതെ ഇങ്ങനെയൊക്കെ അറിയാമല്ലോ അല്ലേ? ഒത്തിരി വലിയ ഇമേജൊന്നും ഇല്ല. എന്നാലും നമ്മൾ ഒരു സിറ്റി കാണാൻ പോകുമ്പോൾ നമ്മളൊരു മനസ്സിലൊരു ഇത് കാണൂല്ലോ, ഓക്കെ ഇതിങ്ങനെ ആകുമെന്ന്. അങ്ങനെയല്ലേ നമ്മൾ പോവാ സാരത്തിൽ? ഹൈദരാബാദ് കുറേ വീഡിയോ കോളിൽ കണ്ടു, അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാം. ഇല്ല, വീഡിയോ കോളോ പോലെ പോവാ. ഞാൻ കണ്ടു. നമ്മൾ വളരെ ഒരു ദുർഘടമേറിയ ഒരു പാതയിലൂടെ ആയിരിക്കും ഇന്ന് പോകുന്നത്. കാരണം നമ്മൾ ബസ്സൊക്കെ പിടിച്ച് അവിടെ എത്തുമ്പം നമ്മൾ ക്ഷീണിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. പിന്നെന്തുവാ, പിന്നെ എൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ പറ്റിയാലും എടുക്കും, പക്ഷെ പറയാൻ പറ്റൂല. ബസ്സിൽ തിരക്കാണോ തിരക്കല്ലേ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയാൽ കാണിച്ചു തരാം, അതേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ടാക്സി വിളിക്കും നമ്മൾ ചിലപ്പോൾ, അത്രയ്ക്കേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ബൈ ഗായ്സ്, നമുക്ക് അവിടെ എത്തിരി കാണാം. അമ്മ ഫോണിലാണ്. അമ്മയുടെ മഞ്ഞയൊക്കെ ഇട്ട് മിന്നി വരിക. അമ്മ മഞ്ഞടിപ്പിച്ചത് എവിടെ നിന്നാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം നമുക്കല്ലേ, എവിടെ പോയാലും ഐഡൻറ്റിഫൈ. ഓക്കെ, അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ കിട്ടിയിട്ട് നോക്കാം. ഉണ്ടമ്മ എക്സ്പീരിയൻസ് ബസ്? അച്ചൂടെ അച്ചു ഞങ്ങൾ വൻ എക്സ്പീരിയൻസിലാണ് ഗൈസ്. ഏത് ബസ്സിൽ പോകണം എന്നുള്ള ഡൗട്ടിലാണ് ഇത്ര നേരമായിരുന്നത് അതല്ലേ. ഇപ്പം ഞങ്ങൾക്കൊരു ബസ് ഫൈനൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ബസ്സിൽ അവിടെ എത്തിപ്പെടണം. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കണ്ടമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അതാണ് ഗൈസ് തെലങ്കാന. കുറച്ച് ഡസ്റ്റി ആയിരിക്കും, പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ ഡസ്റ്റിയാണ്, ഫുൾ ഡസ്റ്റ് ആയിരിക്കും. കേരളമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹെയർ സ്റ്റൈലൊക്കെ പോയി, എൻ്റെ ഹെയർ സ്റ്റൈല് പോയി. ഇന്നിവിടെ ഒരു ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ അതിൻ്റെ ഒച്ചപ്പാടാണ്. ബോണാലു എന്ന ഫെസ്റ്റിവൽ. മന്തി കഴിക്കാൻ വന്നിരിക്കട്ടെ. മന്തി ഞങ്ങൾ മട്ടൻ മന്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവനൊരു എക്സ്ട്രാ ചിക്കൻ പീസ്. അപ്പോൾ അമ്മയോട് നമുക്ക് ചോദിക്കാം മട്ടൻ കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? പറയൂ. കണ്ണാടി വെച്ച് എന്തിനാടാ നീ ഇവിടെ ഇരിക്കണേ? കണ്ണ് കാണാൻ പറ്റുന്നില്ല. അമ്മ ക്ഷീണിച്ച? അമ്മ ക്ഷീണമൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് മന്തി വന്നിട്ട് കാണാമല്ലേ. നമുക്ക് ഇവിടുത്തെ ഹൈദരാബാദി സ്പെഷ്യൽ മന്തിയാണ് ഗൈസ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ മന്തിയല്ല. പക്ഷെ കേരളത്തിലെ മന്തിക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇവിടുത്തെ മന്തി ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുമെന്ന് ആദ്യം നോക്കട്ടെ. അമ്മയുടെ എക്സ്പ്രഷനിൽ നമുക്കത് കാണാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ കടയിൽ. നമ്മൾ ഇതിന് മുന്നേ ഒരു 1-2 ഷോപ്സിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ മന്തി കഴിക്കാൻ. പക്ഷേ കുറേ ഷോപ്പിൽ പോയി, പക്ഷെ ഇഷ്ടപ്പെട്ട മന്തി 1-2 മന്തി. അപ്പോൾ ഇത് ഇവിടെ വന്ന് കഴിച്ചിട്ട് നോക്കാം. ഞങ്ങൾ കുറച്ചുകൂടെ ആംബിയൻസ് ഒക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ നമുക്ക് നിലത്തിരിക്കാൻ പറ്റിയില്ല അല്ലേ. നമുക്ക് നിലത്ത് ഇരിക്കാനായിട്ട് അവിടെ എല്ലാം ഫിൽഡാണ്, നമുക്ക് കാണിക്കാൻ പറ്റില്ല. അവരെ പ്രൈവസി മാറ്റേഴ്സ് അല്ലേ നമുക്ക് കാണിക്കാമായിരുന്നു.
അടിപൊളി ഗൈസ്, മട്ടൻ സൂപ്പർ, പറയാണ്ട് വയ്യ. മട്ടൻ വന്നിട്ടുണ്ടോ, ഭയങ്കര ടേസ്റ്റ് കിട്ടോ, ഭയങ്കര ടേസ്റ്റ്, പറയാണ്ട് വയ്യ, നല്ല ടേസ്റ്റ്. നമ്മുടെ അടുത്ത മന്തിയല്ല, നമ്മുടെ അടുത്ത മന്തിയുടെ ചോറും ഇതല്ല. അപ്പൊ നീ എടുത്തോ. സൂപ്പർ. മട്ടൻ അങ്ങനെ ഞങ്ങൾ മന്തി കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? പോയി ഉറങ്ങാൻ. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഞാൻ വളരെ കുറച്ചൊക്കെ കഴിച്ചോളൂ. അതല്ലേ, വളരെ കുറച്ചുള്ള ഉണ്ടാവുന്ന അറിയാം. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടാണ്. അയ്യോ സോറി, ലിഫ്റ്റ് വേണം. ലിഫ്റ്റിലോട്ട് മറന്നുപോയി. ഇനി ഞങ്ങൾ ലിഫ്റ്റിൽ പോവാണ്. ഇങ്ങനെയുണ്ട് ഇങ്ങനത്തെ വ്ളോഗ് എങ്ങനെയുണ്ട്? ഇനി നമ്മൾ ലിഫ്റ്റിൽ പോകും. ഇതാണ് ഞങ്ങളെ. എത്തിയോ? അമ്മയുടെ പോണോ? നീ പറഞ്ഞ സ്ഥലത്ത് അയക്കാം. നിങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടത്ത്. നിങ്ങളുടെ ചർച്ച അടക്കട്ടെ. അച്ചു നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം. അടുത്ത വണ്ടി വിളിക്കും, പോവാം. അടുത്ത വണ്ടി വിളിക്കും. അമ്മ സെൻട്രി എത്തി കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ ഫുൾ സേഫ് ആയിട്ട് സെന്റർ. രണ്ട് അന്തരുടെ ഇടയിൽ ഒരു കണ്ണ് കാണാവുന്ന വ്യക്തി. അല്ലേ ഞാൻ രണ്ടുപേരും കണ്ടാണോ പറയല്ലേ? ഞങ്ങൾ രണ്ടും സത്യം പറഞ്ഞാൽ കണ്ടിരിക്കുമ്പോൾ കാണുന്നില്ല. കഴിച്ചല്ല വേറെ അതെ. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തിയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിന്റെ ക്യാപ്ഷൻ അതായിരിക്കും ഇതിന്റെ ക്യാപ്ഷൻ. എൻ്റെ ഒരു ഇതുവരെ ഉള്ള ഒരു നിഗമനത്തിൽ. നമ്മളിപ്പോ ഇവിടെ എത്തി. നമ്മളായിരിക്കാം കുറച്ച് ഹോം ഫർണിഷിങ് പറയട്ടെ. നമ്മൾ കുറച്ച് ഹോം ഫർണിഷിങ് ഐറ്റംസ് നമ്മൾ വീടോട് കൂടി ഇങ്ങനെ പണിയാൻ വാങ്ങാൻ വന്നതാണ്. ഞങ്ങൾ ഭയങ്കര റിച്ചാണ് വീഡിയോ കണ്ടവർ വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഫുൾ ഹോം ഫർണിഷിങ് വാങ്ങിക്കാം. ഇവിടെ നിങ്ങൾ ലോറി പിടിച്ചായിരിക്കും തിരിച്ചിട്ട് ലോറി പിന്നെ തലയിൽ കൊട്ട ചുമൂനെ കൊണ്ടുപോകും. നമുക്ക് ബാക്കി വിശേഷം നമുക്ക് കാണാം. ഞാനെന്നാലേ ലോറിക്കാരനെ വിളിച്ചിട്ടില്ല, നിങ്ങൾ സാധനം വാങ്ങിയോ? ഓക്കെ സെറ്റ്. ഇത് നമുക്ക് കാണാം കുറച്ച് നേരം. നിങ്ങൾ എങ്ങനെ ഇവിടെ കയറും? അമ്മ ഇതെന്താ സംഭവം? ഇതിലൂടെ കയറല്ലേ ഗൈസ്, നിങ്ങളിൽ ഇടിച്ചു വീഴും. അയ്യോ ഇതെങ്ങനെ കയറും ഇതില്? ഞങ്ങളൊരു പ്രത്യേക രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് നമ്മൾ അങ്ങനെ പ്രത്യേക ഒരു എക്സ്പീരിയൻസിലൂടെയാണ്. ഇതൊക്കെ എന്തുവാ? നിർത്തിയിടേ, സാധനങ്ങൾ വെച്ചേക്കുവാ. കുറച്ചൊരു അമ്മ എടുക്കാം. വേണ്ട കൊണ്ടുപോയാൽ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇത് കിച്ചനാണ്. കിച്ചൺ സോറി. നമുക്ക് ഇത് തന്നെ അങ്ങ് അടിച്ചു മാറ്റാം. എടുക്കാം. ഇതിങ്ങനെ കിച്ചൺ എന്തിന്റെ കിച്ചൺ കൊണ്ട് പോകാം. കൊള്ളാല്ലേ? ഓക്കെ കൊള്ളാം. പാത്രം എടുത്ത് നിലത്തിൽ പൊട്ടിക്കരുത് പ്ലീസ്. ഓർഡർ യുവർ ഓർഡർ. അങ്ങനെ ഞങ്ങൾ പുതിയൊരു കിച്ചൺ മേടിച്ചു. അപ്പോൾ ഈ കിച്ചണാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത്. ഫ്രിഡ്ജ് എങ്ങനെയുണ്ട് അമ്മ? പക്ഷേ ഫ്രിഡ്ജ് ഇച്ചിരി പഴയ മോഡലാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും അമ്മ. ഇത് ആ സൂപ്പർ. വാ അടിപൊളി. ആ ഇത് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇതിൽ കുറേ ഇതൊക്കെ ഉള്ള കേട്ടോ, അടിപൊളിയാണ്. കുരുമുളക്, ഇതിൽ നിന്ന് കുറച്ച് കുരുമുളക് എടുക്കാം.
ഇത് പിന്നെ ചട്ടവും കുട്ടുവാ വാകത്തി 77,000 ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. വെരി നൈസ്. ഇത് എന്താ പറയാ, ഐക്യയുടെ പരസ്യമല്ല, കാരണം അവർക്ക് പരസ്യത്തിന് ആവശ്യമില്ല. പക്ഷെ നമ്മൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഒഫീഷ്യൽ ബ്രാൻഡ് അമ്പലം. അതാ അഞ്ചു അതാ എടുത്തോ ഇതെടുത്തോ എടുക്കുന്നത്. അമ്മയ്ക്ക് ഇതിലെല്ലാം ഇഷ്ടപ്പെട്ടോ? കഴിച്ചു നോക്കണം, ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എങ്ങനുണ്ട്? കഴിക്ക്, ഏതെങ്കിലും ഒന്ന് കഴിക്ക്. ചീസ് കേക്ക് കഴിച്ചു നോക്ക്. ഇതെന്താ അമ്മ? ഇതെന്താ? അശോ, അഞ്ചു ഇതെവിടെ? ഗൈസ്, ഞങ്ങൾ അടുത്ത് വേറൊരു ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. നമ്മളെ നാട്ടിലെങ്ങും ഇല്ലാത്ത അമ്പലം അല്ലേ അച്ചോ? അതെ, കാരണം അത് ഇവിടെയാണ്. ഓക്കെ, അത് ഇവിടെയാണ്. അമ്മ എക്സൈറ്റഡ് ആണോ? ഏമ്മ നല്ല സ്ഥലം. പക്ഷെ അത് കാണുമ്പോഴാണ് ശരിക്കും എക്സൈറ്റ്മെന്റ് വരെ. ഇവിടെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഫുള്ള്. പക്ഷെ നമ്മളൊന്നും വാങ്ങിക്കുന്നു. ഇതെനിക്ക് ഇത് വാങ്ങിക്കാം അല്ലേ? ഞങ്ങൾ തളർന്നു ശരി. ചിലപ്പോൾ ഇതൊരു പാർട്ട് 2 വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾ കാണട്ടെ, ഈ ഒരു പോർഷൻ തൊട്ട്. കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല എന്തെങ്കിലും എടുത്തെന്ന്. കാരണം ഇവിടെ അല്ലേ ചായ, പോട്ട്, അപ്പൊ ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയി ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലായിരുന്നു, കാരണം അവരെ അലൗഡ് അല്ല. പക്ഷെ അടിപൊളിയായിരുന്നു അല്ലേ? നല്ലൊരു വ്യൂ ആണ്. ഒരു വ്യൂ പോലും ഒക്കെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വരിക വെച്ചാൽ വന്ന് വിസിറ്റ് ചെയ്തോ, കാരണം ഞങ്ങളുടെ വീഡിയോയിലൂടെ കാണാൻ പറ്റില്ല, വ്യൂ ഇല്ല. മഴ ചെറുതായി ചാറുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇനി ചെന്ന് ചപ്പലൊക്കെ ഇട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നമുക്ക് കുറച്ച് നൈറ്റ് ലൈഫ് ആവാം. ഹൈദരാബാദ് നൈറ്റ് ലൈഫ്. അതെ, മൊത്തത്തിൽ ഇരുട്ട്. കുറച്ച് കഴിയുമ്പോൾ ഇരുളും. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇല കാണുന്നില്ലേ? ഇല കട 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 കടോ കടോ കടോ. പക്ഷെ പറക്ക നല്ല വെട്ടാണല്ലോ ഈശ്വര. ശരിക്കും രാത്രി സമയം 7 മണിയൊക്കെ ഉണ്ടാവും. അയ്യാ, ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഇനി അടുത്ത് എവിടേക്കാ പോവാം? എവിടേക്കാ പോകണം? അമ്മ സ്ഥലം പഠിച്ചാ? ഹുസൈൻ സാഗർ. അവിടെ നമ്മളൊരു ബോട്ടിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മഴയാണെങ്കിൽ അത് നടക്കാത്തതല്ല, അത് കുറച്ച് റിസ്ക് ആണ്. അപ്പൊ നമ്മൾ റിസ്ക് അനാവശ്യമായി എടുക്കണ്ടല്ലോ. അപ്പൊ നമുക്കറിയില്ല, മഴ നന്നായി വരുന്നുണ്ട്. മിക്കവാറും മഴയായിരിക്കും. ലാസ്റ്റ് ഞങ്ങൾ ഇതുപോലെ ബിർള മന്ദിർ വന്നപ്പോഴും നല്ല മഴയായിട്ട്, ഇതൊന്നുമല്ല പെരും മഴയായിട്ട് ഞങ്ങൾ സ്റ്റക്കായി പോയി. അപ്പൊ അത് വെച്ചും ബെറ്റർ അങ്ങനെ. അപ്പം എങ്ങനെയുണ്ട് ഹൈദരാബാദ്? നല്ല സ്ഥലം. അതെ, ഫസ്റ്റ് പറഞ്ഞതുപോലെ അല്ല. അതെ, നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ റൂറൽ അല്ല, നമ്മളിപ്പം അർബൻ ഏരിയയിലാണ്. ഇപ്പോഴാണ് ശരിക്കും ഹൈദരാബാദ് കണ്ടത്. അതെ, കൊള്ളാം. സൂപ്പർ സിറ്റി. അതെ, കണ്ടോ അച്ചോടെ. നമ്മളിപ്പോ എവിടെയാണ്?
നമ്മുടെ ബാക്കി കാണുന്നത് എന്താ? സെക്രട്ടേറിയറ്റ്. നിങ്ങൾ ഇങ്ങനെ തളർന്നിരിക്കുവാണോ കുട്ടികളെ? തളർന്ന സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ തളർന്നിരിക്കും പോലെ ഇരിക്കണേ. നമ്മുടെ മെയിൻ ഗേറ്റ് എന്ത് ഭംഗിയല്ല. സെക്രട്ടേറിയറ്റ് ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ലൈറ്റില് എന്ത് തോന്നുന്നു നമ്മ കണ്ടിട്ട്? ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഗിന്റെ കളറാണ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫ്ലാഗ് നമ്മൾ അന്ന് വന്ന ഓഗസ്റ്റിൽ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് കഴിഞ്ഞ തവണ ഇവിടെ ഫുള്ള് ഫ്ലാഗിന്റെ കളർ. ശരിയാണ്, അടിപൊളിയില്ലേ, നല്ല രസമുണ്ട്. രണ്ടൊരു ഐസ്ക്രീം തിന്നണുണ്ടോ? അതെ, എനിക്ക് വാങ്ങി തന്നില്ല. ക്രൂരരാണ് ഇവർ, ക്രൂരർ. എന്നാലും ഞങ്ങളുടെ ബാക്കിൽ കാണുന്നുണ്ടോ? നല്ല അടിപൊളിയല്ലേ കാണാൻ. ബാക്കിൽ ആ ഒരു വൃത്തികേട് വെച്ചിട്ട് ഈ വീഡിയോയിൽ കുഴപ്പമൊന്നുമില്ല. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇരുട്ടത്ത് നമ്മൾ കുറേ അല്ലറ ചില്ലറ കപ്പ ചവറ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ ചാർമിനാറിൽ നിന്ന് പോയി ഭയങ്കര ഇരുട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാണാം. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പം തന്നെ ഉടനെ തന്നെ തീരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രൊഫഷൻ നമുക്കില്ല ഗൈസ്. അപ്പം അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു പെട്ടെന്നൊരു റിവ്യൂ പറ. കാല് തടവാൻ തൈലം ഇനി നമുക്ക് കാല് തടവാൻ തൈലം മാത്രമേ വാങ്ങാനുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഓൾമോസ്റ്റ് വാങ്ങിക്കഴിഞ്ഞു. പക്ഷെ മെട്രോയിൽ കയറണ വീഡിയോ എടുക്കാൻ പറ്റും. എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ ജസ്റ്റ് സൈൻ ഓഫ് ചെയ്യാൻ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ചാർജ് ഇല്ല, ഒട്ടും ലൈറ്റ് ഇല്ല അല്ലേ. വെട്ടത്തിലൊന്ന് കാണാനാവില്ല ഈശ്വര. ഓക്കെ, എന്തായാലും നമുക്ക് ബൈ പറയാം. ടാറ്റ ടാറ്റ പറ. ബൈ.